പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ തള്ളി കുഫോസിന്റെ റിപ്പോർട്ട്. പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിലെന്ന് റിപ്പോർട്ടിൽ പരാമർശം. രാസവസ്തുക്കൾ എവിടെ നിന്നെന്നറിയില്ലെന്നും രാസപരിശോധനാ ഫലം വരണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണം ഫാക്ടറികളിലെ രാസമാലിന്യമല്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിശദീകരണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, എന്തായാലും പുഴയിൽ ചില രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന കണ്ടെത്തൽ കുഫോസ് നടത്തിയിരിക്കുന്നു. ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു വിശദീകരണവുമായി ചേർന്നു പോകാത്തതാണ്. എവിടെ നിന്ന് ഈ രാസമാലിന്യം എത്തി എന്നറിയാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? കൃഷ്ണ, ഇത് ഈ മീനുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ട കർഷകരെ കളിയാക്കുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ ഈ സംവിധാനങ്ങൾ ഇപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ റിപ്പോർട്ട് വിടുന്നത്. നേരത്തെ ഇറിഗേഷൻ വകുപ്പ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെതിരെ ഒരു റിപ്പോർട്ട് നൽകുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നു ഒരു പ്രശ്നവും നടന്നിട്ടില്ല, ഒരു രാസമാലിന്യ ചോർച്ചയും ഉണ്ടായിട്ടില്ല, വെള്ളം കെട്ടിക്കിടന്നതാണ് പ്രശ്നം എന്ന രീതിയിൽ അവരൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. അത് ഇന്ന് ആ വിശദാംശങ്ങൾ നമ്മൾ കൊടുത്തതുമാണ്. തൊട്ടു പിന്നാലെ കുഫോസ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വയ്ക്കുന്നു, അവിടെ രാസമാലിന്യം ഉണ്ടായിരുന്നു എന്ന്. മൂന്നും പ്രധാനപ്പെട്ട ഏജൻസികളാണ്, സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഈ മൂന്നെണ്ണത്തിൽ ഏത് വിശ്വസിക്കണം എന്ന് അറിയാതെ ഇപ്പോൾ വലയുകയാണ് കർഷകരും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിലുണ്ട് എന്നാണ് കുഫോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വെള്ളത്തിൽ ഓക്സിജന്റെ അളവും വളരെ കുറവാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അത് സ്വാഭാവികമായും അത് നേരത്തെ മുതൽ തന്നെ അതിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. രാസവസ്തുക്കൾ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ലെന്നും അതിന് ഈ രാസപരിശോധനാ ഫലം വരണമെന്നും കുഫോസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് രാസമാലിന്യം ചോർന്നിട്ടുണ്ട്, അത് ഏത് കമ്പനിയിൽ നിന്നാണ് എന്ന് മാത്രം ഇനി കണ്ടെത്തിയാൽ മതി. ഇറിഗേഷൻ വകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും എന്തിന് കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന ചോദ്യം കൂടിയാണ് കുഫോസിന്റെ ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത്. ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ വിശദാംശങ്ങൾ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ് കളക്ടർ ഇന്ന് മിക്കവാറും റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. ക്രിസ്റ്റീന, ശരി. പെരിയാറിൽ എന്തായാലും അമോണിയയും സൾഫൈഡും അടക്കമുള്ള രാസവസ്തുക്കൾ കടന്നിട്ടുണ്ട് എന്ന കുഫോസിന്റെ റിപ്പോർട്ട്. ഈ രാസമാലിന്യങ്ങൾ എങ്ങനെ പെരിയാറിലെത്തി എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരമാകേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്.